ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണം. കുറേ ആയില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. മിനിഞ്ഞാന്ന് ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ കൊള്ളിക്കിഴങ്ങ് കിട്ടി. കൊള്ളിക്കിഴങ്ങെന്ന് വേണമെങ്കിൽ പറയാം, കപ്പ എന്ന് പറയാം, ടാപ്പിയോക്ക. അപ്പോൾ അത് വെച്ചിട്ടൊരു സിമ്പിൾ ഐറ്റം, ഞാൻ ചെയ്യുന്ന ഒരു ഐറ്റം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. ഞാൻ മുന്നേ ഒരു കപ്പ പുട്ടെന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ബീഫ് എന്നും പറഞ്ഞിട്ടൊരു സംഭവം വാങ്ങിച്ചുകൊണ്ട് വരുമായിരുന്നു ചേട്ടൻ. അത് നല്ലൊരു എന്താ പറയുക, ബീഫും കൊള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു ഐറ്റമാണ്. അത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും പറ്റിയാൽ അതിൻ്റെ വീഡിയോ ഇടാം. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെല്ലാം വൃത്തിയാക്കി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ചില കപ്പയിൽ ചിലതായിട്ട് അതിൻ്റെ ഒരു ലൈൻ പോലെയൊക്കെ കണ്ട് അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കുറച്ച് നേരം വെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ ഒന്ന് പോയി കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് കുറച്ച് നേരം ഒരു നെറ്റിൻ്റെ പാത്രത്തിൽ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് കുക്കറിലേക്ക് ഇട്ടൊരു 3-4 വിസിൽ വരുത്തിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ചേർത്തത് 1 കപ്പ് വെള്ളം ഒഴിച്ചു. കാരണം എൻ്റെ 2 ലിറ്ററിൻ്റെ കുക്കർ ആയതുകൊണ്ട് അതിൽ തിങ്ങി ചിലപ്പോൾ അടിക്കെങ്ങാൻ പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ 2 പച്ചമുളകും 2 ചെറിയ സ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞളും മാത്രമാണ് ആദ്യം ചേർക്കുന്നത്. എന്നിട്ട് വേവിച്ചെടുക്കാം നമുക്ക്. വെന്ത് നല്ല അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടില്ലെങ്കിൽ വേണമെങ്കിൽ 2 വിസിലും കൂടി വരുത്താം. പക്ഷേ ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട്. ഞാനൊന്ന് ഉടച്ചൊരു നെറ്റിലേക്ക് ഇട്ട് വെച്ചു. കാരണം കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതിൽ വെള്ളം പോയി കിട്ടാനായിട്ട്. അതിന് ശേഷം നമ്മൾക്കൊരു പാൻ വെച്ച് നന്നായിട്ട് തുടച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം ഞാൻ 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ സവാളയും കുറച്ച് മുളക് പൊടിയും പിന്നെ വേപ്പിലയും മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ. പിന്നെ ഓൾറെഡി 2 പച്ചമുളക് ഇട്ടതിൻ്റെ നല്ലൊരു അതിൻ്റെ ഒരു ആ ഫ്ലേവറും മണമൊക്കെ നന്നായിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ വേപ്പില കുറച്ചുകൂടി ചേർക്കണം. ആ ഒരു ഫ്ലേവർ നമുക്ക് ഇഷ്ടമല്ലേ മലയാളികൾക്കല്ലേ, ഒരു വെറുതെ എടുത്ത് കളയെങ്കിലും നമ്മളെല്ലാത്തിലും കുറച്ചധികം ചേർക്കണ ഒരു സംഭവമല്ലേ വേപ്പില. അപ്പോൾ ഇനി അങ്ങനെ ചൂടായി വന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് നന്നായിട്ട് അതൊന്ന് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ സഹായകമാകും. അതുകൂടി കഴിഞ്ഞ് നമുക്ക് ഉടച്ച് വെച്ച കൊള്ളിക്കിഴങ്ങ് കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയാകും. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് സവാള മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തോ നമ്മൾ ഒന്നെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആ സവാള കൂടി അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്യാം. കാരണം ഇത് കഴിക്കുന്ന സമയത്ത് അത് പ്രത്യേകിച്ച് കടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അങ്ങനെ സെപ്പറേറ്റ് ചേർക്കേണ്ട. ഒന്നിച്ച് വൈകുന്നതിൻ്റെ കൂടി ഈ ഉടച്ച് വെച്ചേക്കണ കിഴങ്ങ് മിക്സ് ചെയ്താൽ മതിയാകും. എന്തായാലും ബീഫിൻ്റെ കൂടെ ആകുമ്പോൾ പറയാനില്ല. നമുക്ക് ഇപ്പം നോൺ വെജ് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് മാത്രം കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് അതിനെ ഉടച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഐറ്റം റെഡിയാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ടിൽ ദെൻ ബൈ ബൈ.